സത്യേട്ടൻ, മറ്റു PTA ഭാരവാഹികളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ രാജ്യം ഇന്ന് 77ാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ വിവിധമായ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സുദിനത്തിൽ എല്ലാവർക്കും ആദ്യമേ തന്നെ എൻ്റെ റിപ്പബ്ലിക് ദിനാശംസകൾ നേരുന്നു. പ്രിയപ്പെട്ട കുട്ടികളെ, റിപ്പബ്ലിക് ദിനത്തിന് ഭാഗമായിട്ട് ഇന്ന് തലസ്ഥാന നഗരിയിൽ കർത്തവ്യപഥിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ യുദ്ധസ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്തുന്നതോടുകൂടി നമ്മുടെ രാജ്യത്തെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ ആരംഭിക്കുകയാവും. അതിൻ്റെ ഭാഗമായിട്ട് വിപുലമായിട്ടുള്ള പരിപാടികൾ, അതായത് വിവിധ സേനാ വിഭാഗങ്ങളുടെ സൈനിക പരേഡുകൾ, സൈനിക അഭ്യാസ പ്രകടനങ്ങൾ, അതുപോലെ തന്നെ വിവിധ സാംസ്കാരിക കലാപരിപാടികൾ, വിവിധ സംസ്ഥാനങ്ങളുടെ നിശ്ചല ദൃശ്യങ്ങൾ, അതിൽ നമുക്കും അഭിമാനിക്കാം. നമ്മുടെ കേരളത്തിൻ്റെതായിട്ടുള്ള 100% സാക്ഷരത കൈവച്ചുള്ള ഡിജിറ്റൽ സാക്ഷരതയുമായി ബന്ധപ്പെട്ട ഒരു നിശ്ചല ദൃശ്യം, അതുപോലെ തന്നെ വാട്ടർ മെട്രോയുമായി ബന്ധപ്പെട്ട ഒരു നിശ്ചല ദൃശ്യം, ഇതും ഈ കലാപരിപാടിയുടെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. എല്ലായിടത്തും ഇത്രയും വലിയ രീതിയിലുള്ള ഒരു പരിപാടി നടക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾ ചിന്തിക്കണം. എന്തുകൊണ്ടാണ് ജനുവരി 26 നമ്മൾ റിപ്പബ്ലിക് ദിനമായി ആഘോഷിക്കുന്നത്? പ്രിയപ്പെട്ട കുട്ടികളെ, റിപ്പബ്ലിക് ദിനം എന്ന് പറഞ്ഞാൽ എന്താണ്? റിപ്പബ്ലിക് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ജനങ്ങളാൽ തിരഞ്ഞെടുത്ത ഒരു ഭരണകൂടം ജനങ്ങളെ ഭരിക്കുക എന്നുള്ളതാണ്. രാഷ്ട്രത്തിന്റെ തലവനെ നേരിട്ടോ അല്ലാതെയുള്ള തിരഞ്ഞെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുക, അതാണ് റിപ്പബ്ലിക് എന്നതുകൊണ്ട് പ്രധാനമായിട്ടും അർത്ഥമാക്കുന്നത്. ഇമ്മനെ ഭരിക്കാനുള്ള എല്ലാ വ്യവസ്ഥകളും ഉൾക്കൊള്ളുന്ന ഒരു ഭരണഘടന ഇന്ത്യയിൽ നിലവിൽ വന്നത് 1950 ജനുവരി 26-നാണ്. അതുകൊണ്ടാണ് ഈ ദിനം നമ്മൾ റിപ്പബ്ലിക് ദിനമായിട്ട് ആചരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയുള്ള പല പരിപാടികളും നടത്തുന്നത്. ഇതൊരു സുപ്രഭാതത്തിൽ ഇന്ത്യൻ ഭരണഘടന ഉണ്ടായതല്ല. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ആ സമയത്ത് നമുക്കൊരു തനതായ റിപ്പബ്ലിക് ഭരണഘടന ഉണ്ടായിരുന്നില്ല. എന്നാൽ അതിനുള്ള ശ്രമങ്ങൾ സ്വാതന്ത്ര്യത്തിന് മുമ്പേ തന്നെ ആരംഭിച്ചിരുന്നു. പ്രധാനമായും ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം 1946-ൽ ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കുകയും ഭരണഘടന തയ്യാറാക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. അതിന്റെ ഭാഗമായി ഡോക്ടർ BR അംബേദ്കറെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമിതി രൂപീകരിക്കുകയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നമ്മുടെ സ്വാതന്ത്ര്യ നായകർ ഗാന്ധിജി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുടെ ആശയങ്ങളും ലക്ഷ്യങ്ങളും പൂർണ്ണമായും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇന്ത്യക്ക് വേണ്ടി തനതായിട്ടുള്ള ഒരു ബൃഹത് ഭരണഘടന തയ്യാറാക്കി. ദീർഘമായിട്ടുള്ള ചർച്ചകൾക്ക് ശേഷം 2 വർഷവും 11 മാസവും 18 ദിവസവും എടുത്തിട്ട് ഭരണഘടനാ നിർമ്മാണ സഭയുടെ അംഗീകാരത്തിനായി സമർപ്പിക്കുകയുണ്ടായി. 1949 നവംബർ 26-ന് ഈ ഭരണഘടന അംഗീകരിക്കുകയും തുടർന്ന് 1950 ജനുവരി 26-ന് ഇത് നിലവിൽ വരികയും ചെയ്തു. അതോടൊപ്പം തന്നെ ഈ ദിനം വന്ദേമാതരത്തിന്റെ 150ാം വാർഷികവുമായി ബന്ധപ്പെട്ട ഒരു തീമായിട്ടും ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. ദേശീയ ഗീതമായ വന്ദേമാതരം ഇന്ത്യ സ്വീകരിച്ചത് 1950 ജനുവരി 24-നാണ്. അപ്പൊ അതിന്റെ 150ാം വാർഷികം 2025 നവംബർ 7 മുതൽ 2026 നവംബർ 7 വരെ നടക്കുകയാണ്. അപ്പൊ അതും ഈ വർഷത്തെ റിപ്പബ്ലിക് ദിനത്തിന്റെ ഒരു തീമായിട്ട് എടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ജനുവരി 26 എന്ന ദിവസം തിരഞ്ഞെടുത്തത്? നമുക്കറിയാം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള സമ്മേളനം, ലാഹോർ സമ്മേളനം, 1929 ലാഹോർ സമ്മേളനത്തിൽ വെച്ചിട്ട് 1930 ജനുവരി 26 മുതൽ സ്വാതന്ത്ര്യ ദിനം ആചരിക്കാൻ തീരുമാനിച്ചിരുന്നു. തുടർന്നുള്ള വർഷങ്ങളിലും ഇതേപോലെ ജനുവരി 26 ഇന്ത്യയിലുടനീളം സ്വാതന്ത്ര്യ ദിനമായിട്ട് ആചരിച്ചു. അതിന്റെ ഓർമ്മയ്ക്ക് കൂടി വേണ്ടിയിട്ടാണ്, ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് 1950 ജനുവരി 26 എന്ന ദിവസം നമ്മൾ തിരഞ്ഞെടുക്കാനുള്ള കാരണം. അതും കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. തുടർന്ന് നമുക്കറിയാം, 1951, 52 കാലഘട്ടങ്ങളിൽ ഇന്ത്യയിൽ പൊതു തിരഞ്ഞെടുപ്പ് നടക്കുകയും ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായി വരികയും ചെയ്തു. തുടർന്ന് ഇങ്ങോട്ട്
സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക, ശാസ്ത്ര, സാങ്കേതിക രംഗങ്ങളിൽ ഇന്ത്യയുടെ കുതിച്ചുചാട്ടമാണ് നമ്മൾ കണ്ടത്. 1951 മുതൽ പഞ്ചവത്സര പദ്ധതികളിലൂടെ കാർഷിക, വ്യാവസായിക, സേവന മേഖലകൾക്ക് ഊന്നൽ നൽകുകയും പുരോഗതി കൈവരിക്കുകയും 1969 ISRO, 1975 കൃത്രിമ ഉപഗ്രഹമായ ആര്യഭട്ട, തുടർന്ന് വലിയ 2 ആണവ പരീക്ഷണങ്ങൾ പൊഖ്രാനിൽ നടന്നു. അങ്ങനെ ഓരോ രംഗത്തും കുതിച്ചുചാട്ടം. ഇന്ത്യ ഒരു വലിയ സാമ്പത്തിക ശക്തിയായിട്ട് ലോകത്തിന് മുന്നിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഇന്ന് പല രാജ്യങ്ങളും നമ്മളെ അസൂയയോടുകൂടിയും ബഹുമാനത്തോടുകൂടിയും നോക്കിക്കാണുന്നു. നമുക്കറിയാം, നമ്മുടെ അയൽ രാജ്യമായിട്ടുള്ള പാകിസ്ഥാനിലെ ഭീകരവാദികൾ പഹൽഗാമിലൂടെ ഇന്ത്യൻ സ്ത്രീകളുടെ സിന്ദൂരം മായ്ച്ചു കളഞ്ഞപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ എന്ന സൈനിക നടപടിയിലൂടെ ഇന്ത്യൻ സ്ത്രീകളുടെ അഭിമാനം വാനോളം ഉയർത്തിയ പാകിസ്ഥാനെ വിറപ്പിച്ച ഇന്ത്യൻ സേനയാണ് നമ്മൾ കണ്ടത്. നമ്മൾ സമാധാനത്തോടും സന്തോഷത്തോടും കൂടി വീടുകളിൽ കിടന്നുറങ്ങുമ്പോൾ, എല്ലാ സ്വാതന്ത്ര്യവും അനുഭവിക്കുമ്പോഴും മഞ്ഞും മഴയും തണുപ്പും ഒന്നും വകവെക്കാതെ നമ്മുടെ അതിർത്തികളിൽ നമ്മെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ കാത്തു സംരക്ഷിക്കുന്ന ധീര ജവാന്മാർക്ക് ഈ അവസരത്തിൽ നമുക്കൊരു ബിഗ് സല്യൂട്ട് നൽകാം. പ്രിയപ്പെട്ട കുട്ടികളെ, നാളെയുടെ വാഗ്ദാനങ്ങളാണ് നിങ്ങൾ നിങ്ങളുടെ അവകാശങ്ങളെ കുറിച്ച് ബോധവാന്മാരായിട്ടുണ്ടാവും. എപ്പോഴും നിങ്ങൾ നിങ്ങളുടെ അവകാശങ്ങളെ കുറിച്ച് പറയും. പക്ഷെ അതോടൊപ്പം തന്നെ നിങ്ങൾ രാജ്യത്തോട് നിറവേറ്റേണ്ട ചില കർത്തവ്യങ്ങളുണ്ട്. ആ കർത്തവ്യങ്ങളെ കുറിച്ച് കൂടി നിങ്ങൾ ബോധവാന്മാരായിരിക്കണം. നിങ്ങളിൽ പല വിഭാഗങ്ങൾ ഉണ്ടാവാം. അത് തന്നെയാണ് ഇന്ത്യയുടെ സമ്പത്തും. ഇന്ത്യയുടെ വൈവിധ്യം തന്നെയാണ് ഇന്ത്യയുടെ സമ്പത്തും. പക്ഷെ ആ വൈവിധ്യത്തിലും ആ നാനാത്വത്തിലും ഇന്ത്യ ഏകത്വം കാത്തു സൂക്ഷിക്കുന്നു. അതായത് ജാതി, മത, വർഗ, പ്രാദേശിക വ്യത്യാസങ്ങളില്ലാതെ രാജ്യമെന്ന് കേൾക്കുമ്പോൾ എല്ലാവരും ഒരേ വികാരത്തോടു കൂടി, ഒരേ ഐക്യത്തോടു കൂടി നമ്മുടെ രാജ്യത്തിനായി ഒറ്റക്കെട്ടായി നീങ്ങണം. അങ്ങനെ നീങ്ങുവാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും റിപ്പബ്ലിക് ദിനാശംസകൾ നേർന്നുകൊണ്ടും നിർത്തുന്നു. നന്ദി, നമസ്കാരം.